തുലാമാസ പൂജ സമയത്ത് ഇതിന് സമാനമായ രീതിയിലാണ് സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പം തിരിച്ച് ദ്വാരപാലക ശിലയിൽ സ്ഥാപിച്ചത്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ അത് അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ബാക്കിയുള്ള എല്ലാ പാളുകളും അഴിച്ചു നീക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്ത് തന്നെയായാലും SIT സംഘം വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി വിശദമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റക്കാരാരൊക്കെയാണ് എന്നത് സംബന്ധിച്ചൊരു കൃത്യതയിലേക്ക് ഒരു വ്യക്തമായ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഓരോ ചെറിയ തെളിവ് പോലും വിലപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോപാനത്ത് ശ്രീകോവിലിന്റെ ഇടത് ഭാഗത്തുള്ള ഏറ്റവും പുറകിലത്തെ ആ ഭിത്തിയിൽ നിന്നുള്ള സ്വർണ്ണപ്പാളി അഴിച്ച് മാറ്റുകയാണിത്. ഉപയോഗിച്ചാണ് ഈ പാളികൾ ഇപ്പോൾ ആ പാളി ഇളക്കി മാറ്റിയിരിക്കുന്നു. അതിന്റെ തൂക്കമടക്കം ആണ് ഇനി പരിശോധിക്കുന്നത്. സ്വർണം പൂശിയ പാളിയാണ്. ആ പാളി ഇപ്പോൾ അനുമാനത്തിന്റെ നേതൃത്വത്തിലുള്ള ശില്പികൾ അഴിച്ച് മാറ്റി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നു. അതിൽ പ്രധാനമായും അതിന്റെ കാലപ്പഴക്കം, ആ സ്വർണത്തിന്റെ ഒരു പ്യൂരിറ്റി എത്രയാണ്, അതുപോലെ തന്നെ ആ സ്വർണത്തിന്റെ ഇപ്പോൾ പൂശിയ സ്വർണവും 2019 പൂശിയ സ്വർണവും 1998 പൂശിയ സ്വർണവും 1998 UB ഗ്രൂപ്പ് വിജയമല്യ പൂശിയ സ്വർണവും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക. ആ കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശാസ്ത്രീയമായ ഒരു തെളിവ് ശേഖരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നടപടിയാണ് ഇപ്പോൾ സന്നിധാനത്ത് നടത്തുന്നത്. ഏതാണ്ട് 1:10 നടപടികൾ ആരംഭിച്ചത്. ഇനി ദ്വാരപാലക ശില്പത്തിൽ നിന്നുള്ള ആ പാളികൾ അഴിച്ചെടുത്ത് പരിശോധന നടത്തും. അതുപോലെ തന്നെ ഈ കട്ടിളപ്പാളിയിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് പരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ സമയമെടുക്കുന്ന തന്നെ സാധിച്ചത്. ഇനി അത് തിരിച്ച് വീണ്ടും അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ തൂക്കമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അടക്കമുള്ള ആൾക്കാരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരിച്ച് ശബരിമല കമ്മീഷണർ ഇപ്പോൾ സോപാനത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് സോപാനത്തിന് മുന്നിൽ മുന്നിലായിരിക്കാം ഇനിയുള്ള നടപടികൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരും സോപാനത്തിന് മുന്നിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി സോപാനത്തിന് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി, അല്ലെങ്കിൽ അവിടുത്തെ സ്വർണ്ണപ്പാളികളുടെ ഒരു കാര്യങ്ങൾ കൂടി പരിശോധിക്കുക എന്നുള്ളതായിരിക്കാം അവരുടെ ലക്ഷ്യം. തന്നെയായാലും ആദ്യത്തെ ഒരു പഴയ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച സ്വർണ്ണപ്പാളിയുടെ ഒരു ഭാഗം അഴിച്ചു മാറ്റി അതിന്റെ പരിശോധനകൾ ഇപ്പോൾ തുടരുകയാണ്. കണ്ണൻ, ഈ അന്വേഷണ സംഘം ഈ സമയക്രമം അത് ഈ പരിശോധനയിൽ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരമുണ്ടോ? കാരണം ഇപ്പോൾ അത് ഭക്തരെല്ലാം ഉണ്ട്, മണ്ഡലകാലം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അവർക്ക് ദർശനത്തിന് സമയം അനുവദിക്കുന്ന ആ ഒരു സമയത്തിന് മുൻപായിട്ട് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഇനി ഇപ്പോൾ എവിടേക്കാണ്, സോപാനത്തിന് മുന്നിലേക്കാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു മണ്ഡലകാലത്ത് കൂടിയുള്ള പരിശോധന ആയതുകൊണ്ട് ആ രീതിയിൽ എങ്ങനെയൊക്കെയാണ് SIT ക്രമീകരിച്ചിരിക്കുന്നത്? ഒരു സമയക്രമം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 1 മുതൽ 3 വരെ എന്നുള്ള സമയമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ തന്ത്രിയോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് തനിക്കില്ല. മാത്രമല്ല എത്ര സമയമെടുത്താണ് ഇതിന്റെ കാര്യങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുക എന്നുള്ളതും തനിക്ക് അറിവുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു ക്രമം 1 മണിക്ക് തന്നെ ആരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അന്വേഷണ സംഘത്തിന് എത്ര സമയമെടുത്ത് വേണമെങ്കിലും ഇവിടുത്തെ തെളിവുകൾ ശേഖരിക്കാം. എത്ര വൈകിയാലും ആ തെളിവ് ശേഖരിക്കാനുള്ള ഒരവസരം അന്വേഷണ സംഘത്തിന് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ തന്ത്രി ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു സമയക്രമം എന്നുള്ള കാര്യം ഇല്ല. സമയക്രമം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നുള്ളൊരു നിർദ്ദേശം ദേവസ്വം ബോർഡോ തന്ത്രിയോ മറ്റാൾക്കാർക്കും തന്നെ ആർക്കും നൽകിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് സമയം പരമാവധി ഉപയോഗിച്ച് തെളിവുകൾ ശേഖരിക്കാം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ഇളക്കിയെടുത്ത സ്വർണ്ണപ്പാളികൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നേരെ എത്തിയിരിക്കുന്നത് സോപാനത്തിന് മുന്നിലേക്കാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ നടയടയ്ക്കും. നടയടച്ച ശേഷം ആയിരിക്കും സോപാനത്തിന് മുന്നിലെ പരിശോധനകൾ. അന്വേഷണ സംഘം SP ശശിധരന്റെ സംഘമാണ് ഇപ്പോൾ പരിശോധന ിക്കുന്നത്. പ്രധാനമായും അയ്യപ്പന്റെ സ്വർണം കട്ടതാര്, അയ്യപ്പന്റെ സ്വർണ്ണ കൊള്ള നടത്തിയതാര്, ആരായാലും അവർക്ക് എതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും നിർണായകമായ നടപടിയാണ് സന്നിധാനത്ത് ഇപ്പോൾ നടക്കുന്നത്.